എന്നാ ഒരു നാടല്ലേ. കഴിഞ്ഞ ദിവസം മേഘാലയയിൽ ഒരു കൊലപാതകം നടന്നു. എൻ്റെ പൊന്നെ, പാവം ഒരുത്തൻ ഒരു പെണ്ണിനെ കെട്ടി 7ാമത്തെ ദിവസം ആ പെണ്ണ് കൊട്ടേഷൻ കൊടുത്ത് അവനെ അങ്ങ് കൊന്നു. എന്നെ അവസ്ഥയൊക്കെ ആയാലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം. വെറുതെ എന്തിനാ ഒരുത്തിനെ കൊലയ്ക്ക് കൊടുക്കുന്നത്? ആൾ കൊള്ളാമല്ലോ. ഒരുത്തിനെ കല്യാണം കഴിച്ചു. സോനം എന്ന് പറയുന്ന ഒരുത്തി, രാജാ രഘുവംശി എന്ന് പറയുന്ന ഒരുത്തിനെ കല്യാണം കഴിച്ചു. 7ാമത്തെ ദിവസം ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഒരു പോക്ക് അങ്ങ് പോയതാണ്. ആ പോക്ക് പോയിട്ട് ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ നിന്ന് അവനെ അവിടെ കാണാതെ പോയി. അവസാനം ഒരു പാറക്കെട്ടിൻ്റെ അവിടെ നിന്ന് അവൻ്റെ മൃതദേഹം കിട്ടി. അത് ആരാണ്ടോ തല്ലിക്കൊന്നതാന്ന് മനസ്സിലായി. കേസ് അന്വേഷിച്ച് വന്ന സമയത്ത് ഭാര്യേനെയും കാണാനില്ല. വന്ന് അന്വേഷിച്ച് വന്നപ്പോൾ എന്നാ ഭാര്യ കൊടുത്ത കൊട്ടേഷനാണ്. ഭാര്യയും ഭാര്യയുടെ കാമുകനും കൂടെ ചേർന്ന് ഈ പാവം പയ്യനെ തല്ലി കൊന്നു. എന്തൊരവസ്ഥയൊക്കെയാലേ. പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം, അല്ലാതെ ചുമ്മാ വെറുതെ ഓരോരുത്തരെ കൊല്ലുന്ന പരിപാടി. ഈ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ആണുങ്ങളായിരുന്നു വലിയ ഭീകരമായ കാര്യങ്ങൾ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കളം മാറി മൊത്തം പെണ്ണുങ്ങളാണ്. എന്തൊരവസ്ഥയൊക്കെയാണോ ദൈവമേ. ഇവിടെ നാട്ടിലാണെങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥയാണ്. പെണ്ണുങ്ങളുടെ ഒരുമാതിരി ഈ കൃത്യങ്ങൾ അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനകത്ത് അവരും ഇപ്പോൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്. എന്തൊക്കെ അവസ്ഥയായിരുന്നു. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു പെണ്ണുങ്ങളൊക്കെ അടങ്ങിക്കെട്ടി ഇരിക്കും, അവർ അടക്കം ഒതുക്കമുള്ളവരൊക്കെയാണെന്നൊക്കെ പറയായിരുന്നു. അടക്കം ഒതുക്കമുള്ളവർ ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പേര് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്നെ അവസ്ഥയൊക്കെയാണെന്ന് നോക്കി ഇപ്പോൾ പേടിച്ചിട്ട് പെണ്ണ് കെട്ടാൻ പറ്റാത്ത അവസ്ഥയും കൂടെ ആകുന്നു പറയുന്ന സ്ഥിതിയാണിത്.